ഇപ്പോൾ ഓണമിങ്ങ് എത്താറായി എല്ലാവരും ഓണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓണക്കാലത്ത് എങ്ങനെ നാട് പിടിക്കുമെന്ന് അറിയാതെ വലയുകയാണ് മറുനാടൻ മലയാളികൾ. എല്ലാവരും നെട്ടോട്ടത്തിലാണ്. വിവിധ യാത്രാ സംവിധാനങ്ങൾക്കുള്ള ഉയർന്ന നിരക്കാണ് നാട്ടിലെത്തി ഓണം ഉണ്ണാനുള്ള ആഗ്രഹങ്ങൾക്ക് മറുനാടൻ മലയാളികൾക്ക് വിലങ്ങാകുന്നത്. നാട്ടിലേക്കുള്ള ട്രെയിനിനും ഫ്ലൈറ്റിനും ബസ്സിനും ഒന്നും ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. ഇനി എങ്ങനെയെങ്കിലും ടിക്കറ്റ് എടുക്കാമെന്ന് വെച്ചാൽ താങ്ങാനാകാത്ത നിരക്കാണ് ചോദിക്കുന്നത്. അങ്ങനെ മലയാളികൾ ഓണം ഉണ്ണാൻ കേരളത്തിലേക്ക് വരേണ്ടേ? അധികാരികൾ എന്തുകൊണ്ടാണ് ഇടപെടാത്തത്? എല്ലാ ഓണക്കാലത്തും നമ്മൾ ഉയർന്നു കേൾക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് ഈ ടിക്കറ്റുകൾ കിട്ടാനില്ലാത്തതും അമിത വില ഈടാക്കുന്നതും ഫീസ് ഈടാക്കുന്നതും ഒക്കെ. ഈ ആഘോഷ അവസരങ്ങൾ മറുനാടൻ മലയാളികളെ പിഴിയാനുള്ള അവസരമാണോ? ഇതാണ് ഉയരുന്ന ചോദ്യം. ഇപ്പോൾ നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മറുനാടൻ മലയാളികൾ അവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ട്രെയിൻ ടിക്കറ്റുകളെ ആയിരിക്കും. അപ്പോൾ പലരും ഇപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിൽ തന്നെ കിടക്കുകയാണ്. മാസങ്ങൾക്ക് മുൻപ് തന്നെ നാട്ടിലേക്ക് വരാൻ പ്ലാൻ ചെയ്തുകൊണ്ട് ടിക്കറ്റ് എടുത്തവർ പോലും വെയിറ്റിംഗ് ലിസ്റ്റിലായിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്നോ രാവിലെയോ തലേന്നോ ഒക്കെ കേരളത്തിലേക്ക് എത്തുന്ന ട്രെയിനുകളിലൊന്നും ടിക്കറ്റുകൾ ലഭ്യമല്ല എന്നതാണ് സാഹചര്യം. ഓണത്തിന് ഒരു മാസം മുന്നേ ഒക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പോലും വെയിറ്റിംഗ് ലിസ്റ്റിലാണ് എല്ലാവരും. അതും 200-നും ഒക്കെ മുകളിലാണ്. ഈ ആഘോഷ സമയമായതുകൊണ്ട് തന്നെ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യപ്പെടാനുള്ള സാഹചര്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതുവഴി ഇനി ശ്രമിച്ചിട്ട് കാര്യമില്ല എന്നൊരവസ്ഥയാണ്. AC-ക്കും സെക്കൻഡ് AC-ക്കും ടിക്കറ്റുകളെ ലഭ്യമല്ല എന്ന അവസ്ഥയാണ്. ഓണസമയത്തെ തിരക്ക് പരിഹരിക്കാൻ റെയിൽവേ പ്രഖ്യാപിച്ച പ്രത്യേക ട്രെയിനുകൾ പേരിന് മാത്രമാണ്. സ്പെഷ്യൽ ട്രെയിനുകളിൽ AC നിരക്കുകൾ സാധാരണ നിരക്കിനേക്കാൾ വളരെ കൂടുതലുമാണ്. അപ്പോൾ തൊട്ടു മുൻപ് ഇനി യാത്രയ്ക്കും തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ തത്കാലോ പ്രീമിയം ടിക്കറ്റുകളോ മറ്റോ നോക്കാമെന്ന ഒരാശ്രയം മാത്രമാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അതുവരെ കാത്തിരുന്ന് നടന്നില്ലെങ്കിൽ യാത്ര തന്നെ ഉപേക്ഷിക്കേണ്ടി വരും എന്ന ഒരു സാഹചര്യമാണ്. ഉയർന്ന ചാർജ് ഈടാക്കുന്നത് വലിയ രീതിയിൽ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള വന്ദേ ഭാരതിലും മറ്റുമൊക്കെ കോച്ചുകളുടെ എണ്ണം കൂട്ടാനുള്ള നടപടികളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതൊന്നും യാഥാർത്ഥ്യമായിട്ടില്ല. അപ്പോൾ വരുമാനം കിട്ടുന്ന അവസരമാണ്, പക്ഷേ അതുപോലും ശരിയായ വിധത്തിൽ പ്രയോഗിക്കപ്പെടുന്നില്ല. റെയിൽവേ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യം അതാണ്. ട്രെയിനുകളിൽ ടിക്കറ്റ് ലഭ്യമാകില്ല എന്നുറപ്പായാൽ പിന്നീട് എന്താണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുക? ബസ്സുകളെ ആശ്രയിക്കുക എന്നതാണ്. എന്നാൽ അന്തർ സംസ്ഥാന ബസ്സുകളിൽ സീറ്റ് കിട്ടാൻ ഇല്ല എന്ന സാഹചര്യം അവിടെയുമുണ്ട്. ഒപ്പം തന്നെ കൊള്ള വിലയാണ് ഈടാക്കുന്നത്. ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് സാധാരണ 1200 മുതൽ 2500 രൂപയൊക്കെ ഈടാക്കിയിരുന്നിടത്ത് AC സ്ലീപ്പർ ബസ് നിരക്ക് ഇതൊക്കെയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ഇരട്ടിയിലേറെയായി ഉയരുന്നു എന്നതാണ് സാഹചര്യം. non-AC ബസ്സുകൾക്ക് പോലും ഇരട്ടിയിലധികമായിട്ട് ഈ നിരക്ക് ഉയർന്നിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ബസ്സുകളിൽ ഇത് തന്നെയാണ് അവസ്ഥ. കേരള കർണാടക KSRTC അഡീഷണൽ സർവീസുകൾ നടത്തുമെങ്കിലും പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നതൊരു സാഹചര്യമായി നിലനിൽക്കുകയാണ്. ഇനി വിമാന സർവീസുകളെ ആശ്രയിക്കാമെന്ന് വെച്ചാൽ ട്രെയിനിലും ബസ്സിലും ഒന്നും രക്ഷയില്ലാതായതോടുകൂടി തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റിനെ ആശ്രയിക്കുന്നവരുടെ എണ്ണവും ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അവിടെയും വലിയ രീതിയിലുള്ള നിരക്ക് വർധനയുണ്ടായിട്ടുണ്ട്. സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമേ അല്ല. ബംഗളൂരുവിൽ നിന്ന് കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കുള്ള സാധാരണ നിലയിലുള്ള ടിക്കറ്റ് നിരക്കെന്ന് പറയുന്നത് 5000 രൂപയോട് അടുത്തുള്ളതാണ്. എന്നാൽ ഓണക്കാലത്ത് ഇത് ഏതാണ്ട് 6 ഇരട്ടി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അവസാന നിമിഷത്തെ ബുക്കിങ്ങുകൾക്ക് 15000 രൂപ മുതൽ 30000 രൂപ വരെയാണ് വിമാന കമ്പനികൾ ഈടാക്കുന്നത്. അപ്പോൾ അതും പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. പ്രവാസി മലയാളികളെ സംബന്ധിച്ചും ഈ പ്രശ്നമുണ്ട്. നമ്മൾ എല്ലായ്പ്പോഴും ചർച്ച ചെയ്യുന്നതാണ്, എല്ലാ ഓണക്കാലത്തും ചർച്ച ചെയ്യുന്നതാണ്. അവധികളുടെ സമയമാകുമ്പോൾ എപ്പോഴും ഈ പ്രവാസി മലയാളികളെ എങ്ങനെ പിഴിയാമെന്ന് കാത്തിരിക്കുകയാണ് നമ്മുടെ വിമാന കമ്പനികൾ. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. പ്രവാസി മലയാളികളെ കൊള്ളയടിക്കാൻ യാത്രാ ടിക്കറ്റ് നിരക്ക് 5 ഇരട്ടി വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് വിമാന കമ്പനികൾ. ഗൾഫ് രാജ്യങ്ങളിലേക്ക് സാധാരണ ദിവസങ്ങളിൽ 8000 മുതൽ 20000 രൂപ വരെ മാത്രം ഈടാക്കിയിരുന്ന എക്കണോമിക് ക്ലാസ് ടിക്കറ്റുകളിൽ നിലവിൽ 40000 മുതൽ 60000 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ബിസിനസ് ക്ലാസ് നിരക്ക് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് അബുദാബിയിലേക്ക് അടുത്ത മാസം പകുതി വരെ 30000 മുതൽ 45000 വരെയാണ് ടിക്കറ്റ് നിരക്ക്. സാധാരണ 15000 മുതൽ 25000 രൂപ വരെ ഈടാക്കുന്നിടത്താണ് ഈ രീതിയിൽ വലിയ വർധനയുണ്ടായിട്ടുള്ളത്. പലപ്പോഴും
നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കുള്ള സാഹചര്യവും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ്. 3-4 ഇരട്ടിയായിട്ടൊക്കെ ടിക്കറ്റ് നിരക്കുകൾ ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുന്ന സാഹചര്യമാണ്. ഇവിടെ ഇപ്പോൾ ഒരു ആശ്വാസം, ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തന്നെ പല കോണുകളിൽ നിന്നും ഈ ആവശ്യം ഉയരുന്നുണ്ട്. അധികൃതർ ഇടപെടണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. നമുക്കറിയാം, ഓണം പെട്ടെന്നൊരു ദിവസം വരുന്നതല്ല. പക്ഷേ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇടപെടലുകൾ നടക്കുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ എന്തായാലും വലിയ പ്രതിഷേധവും പരാതികളും ഒക്കെ ഉയർന്നപ്പോൾ കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് 150 KSRTC ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. കർണാടക ഗതാഗത മന്ത്രിയാണ് ഈ ഉത്തരവ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ഓണക്കാലത്തെ തിരക്കൊഴിവാക്കാനാണ് പ്രത്യേക ബസ്സുകൾ അനുവദിച്ചിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടുന്നു. സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് KC വേണുഗോപാൽ MP നൽകിയ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ട്രെയിനുകളിൽ ടിക്കറ്റ് ലഭ്യമല്ലാത്തതും സ്വകാര്യ ബസ്സുകളിൽ അമിത നിരക്ക് ഈടാക്കുന്നതും യാത്രക്കാർക്ക് വലിയ പ്രതിസന്ധിയാകുന്നത് തിരിച്ചറിഞ്ഞാണ് KC വേണുഗോപാലിന്റെ ഇടപെടലുണ്ടായത്. ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് 60 ബസ്സുകളായിരുന്നു. ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്, കോട്ടയം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, കാസർഗോഡ് എന്നീ പ്രധാന ജില്ലകളിലേക്കാണ് സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഓണം ആഘോഷിക്കാനായി നാട്ടിലേക്ക് പോകുന്നവർക്കായി ഈ മാസം 21 മുതൽ 25 വരെയാണ് കർണാടകയിൽ നിന്നുള്ള കേരളത്തിലേക്കുള്ള സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. തുടർന്ന് ഇവിടങ്ങളിൽ നിന്ന് കർണാടകയിലേക്ക് തിരികെ പോകേണ്ടവർക്കായി 27 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലും ഇതിന്റെ മടക്ക സർവീസുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത് മാത്രമാണ് ഇപ്പോൾ ഒരു ആശ്വാസമായിട്ടുള്ളത്. മറ്റെല്ലാം വിധത്തിലും വലിയ പ്രതിസന്ധിയിലായിരുന്നു മറുനാടൻ മലയാളികൾ അകപ്പെട്ടിരുന്നത്. എന്തായാലും ഈ സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഇടപെടലാണ് ഉണ്ടാകേണ്ടത്. ഇപ്പോൾ ട്രെയിനിലായാലും ബസ്സിലായാലും വിമാനത്തിലായാലും ഒക്കെ ആ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാൻ പറ്റുന്നൊരു അവസരവുമാണ്. അത് ശരിയായ വിധത്തിൽ കൊള്ളയടിക്കാതെ പ്രയോജനപ്പെടുത്തുക എന്നതിൻ്റെ ആസൂത്രണമാണ് നടക്കേണ്ടത്. അതാണ് എല്ലായ്പ്പോഴും പരാജയപ്പെടുന്നത്. മലയാളികൾ എവിടെയായാലും ഓണം ആഘോഷിക്കുന്നവരാണ്. നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ടാകണം. അവരുടെ യാത്ര തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഈ യാത്രാ സംവിധാനങ്ങൾ ലഭ്യമല്ലാത്ത ഒരു കാരണം ഉണ്ടാകാൻ പാടില്ല. അതുപോലെയുള്ള ഇടപെടൽ ഉണ്ടാകണം. എന്തായാലും ഈ വർഷവും പരാതികൾക്ക് മുടക്കം വന്നിട്ടില്ല എന്നതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.